ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ ഓഡിയോ വായിച്ച് നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഫ്ലാറ്റ് അല്ലെങ്കിൽ സ്ലൈറ്റ്ലി ബെറ്റർ ഓപ്പണിങ്ങും അതുപോലെ തന്നെ വൊളാറ്റിലിറ്റിയും തന്നെയാണ്. ഏഷ്യയിലത്തെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ജാപ്പനീസ്, സൗത്ത് കൊറിയൻ മാർക്കറ്റുകളിൽ നിന്ന് ബെറ്ററാണ്. അതേസമയം ചൈനീസ്, ഹോങ്കോങ് മാർക്കറ്റുകളിൽ നല്ല വൊളാറ്റിലിറ്റി ഉണ്ട്. ഇന്നലെ അമേരിക്കൻ ഇൻഡെക്സുകളെല്ലാം തന്നെ ഓൾമോസ്റ്റ് എല്ലാ ഇൻഡെക്സുകളും പോസിറ്റീവ് ടെറിട്ടറിയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ടെക്നോളജി സ്റ്റോക്കുകളിൽ തന്നെയാണ് ഇന്നലെ വീണ്ടും നല്ല രീതിയിൽ മുന്നേറ്റം കണ്ടിട്ടുള്ളത്. SK ഹൈനിക്സിൻ്റെ ADRകൾ അറൗണ്ട് 28% അമേരിക്കയിൽ ലിസ്റ്റ് ചെയ്തതിന് ശേഷം ഇന്നലെ ഉയർന്നിട്ടുള്ളത്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റിൽ നിന്ന് സൗത്ത് കൊറിയയിൽ അതുപോലെ തന്നെ ജപ്പാനിലൊക്കെ മെമ്മറി റിലേറ്റഡ് സ്റ്റോക്കുകൾ അറൗണ്ട് 10-12% ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെ അമേരിക്കയിലെ കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റ വന്നിരുന്നു. കഴിഞ്ഞ മാസത്തെ 3.5% എക്സ്പെക്റ്റ് ചെയ്തിരുന്നത് 3.8%. 2020 ശേഷമുള്ള ആദ്യത്തെ ഡ്രോപ്പാണ്. തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഗോൾഡ് പ്രൈസിലും അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ഇന്നലെ ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ IBMൻ്റെ ഗൈഡൻസ് വന്നിരുന്നു. IBMൻ്റെ ഗൈഡൻസ് ബിലോ എക്സ്പെക്റ്റേഷൻസ് ആയിരുന്നു. IBM അറൗണ്ട് 26% താഴെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഒപ്പം ചൈനീസ് GDP Q2 GDP ഡാറ്റ അനൗൺസ്മെൻറ്റ് ഇന്ന് മോർണിംഗിൽ വന്നിട്ടുണ്ട്. 4.3% അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് താഴെ പോയിരിക്കുകയാണ്. കഴിഞ്ഞ ക്വാർട്ടറിൽ 5% ആയിരുന്നു. ക്വാർട്ടർ 2ൽ എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്തിട്ട് 4.5%, 5% ഈ ലെവലിലൊക്കെ തന്നെയായിരുന്നു എക്സ്പെക്റ്റ് ചെയ്തിരിക്കുന്നത്. അതേസമയം ഇന്ന് പുറത്തു വന്നിട്ടുള്ള ഡാറ്റ സൂചിപ്പിക്കുന്ന അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചൈനീസ് GDPയും കൂടി താഴെ പോയിരിക്കുകയാണ്. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു വൊളാറ്റിലിറ്റിയൊക്കെ ചൈനീസ് മാർക്കറ്റിൽ കണ്ടേക്കാം. ഇനി കമോഡിറ്റികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഗോൾഡ് ഇന്നലെ അമേരിക്കയിലെ കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റയ്ക്ക് ശേഷം നല്ല രീതിയിലൊക്കെ മുന്നേറിയിരുന്നു. പക്ഷേ വീണ്ടും താഴേക്ക് വന്നിരിക്കുകയാണെന്ന് മോർണിംഗിൽ $438 പെർ ഔൺസിനാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. സിൽവർ $58.44 പെർ ഔൺസിനാണ്. മറ്റ് കമോഡിറ്റികളെല്ലാം തന്നെ ബെറ്ററായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ബ്രന്റ് ക്രൂഡ് ഓയിൽ അറൗണ്ട് $86 പെർ ബാരലിനടുത്താണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ഇന്ത്യൻ റുപ്പി ഇന്നലെ വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. US ഡോളറിന് അഗൻസ്റ്റ് ആയിട്ട് 96.1138 രൂപ പെർ ഡോളറിനാണ് RBIയുടെ കണക്ക് പ്രകാരം ക്ലോസ് ചെയ്തിരിക്കുന്നത്. RBIയുടെ ക്ലോസിങ്ങിന് ശേഷം 96.23 രൂപ പെർ ഡോളർ ലെവലിലാണ് ഇന്ത്യൻ റുപ്പി ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ബ്രന്റ് ക്രൂഡ് ഓയിലിൻ്റെ വിലയിലുണ്ടാകുന്ന വർധനവ് തന്നെയാണ് ഇന്ത്യൻ റുപ്പിയുടെ കാര്യത്തിൽ ഒരു വീക്ക്നെസ് കാണിക്കുന്നത്. തീർച്ചയായിട്ടും ബ്രന്റ് ക്രൂഡ് ഓയിൽ വീണ്ടും ഉയരുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് വീണ്ടും നെഗറ്റീവ് തന്നെയാണ് ഇന്ത്യനെ സംബന്ധിച്ച്. എന്നിരുന്നാലും ഇത്തരത്തിലുള്ള നെഗറ്റീവ് ന്യൂസ് ലോസ് ഒക്കെ ഒരു പരിധി വരെ ഡിസ്കൗണ്ടഡ് ആണ്. ഇനി നമ്മൾ IPO മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഡേ SBI ഫണ്ട്സിൻ്റെ ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിരിക്കുന്നത് 0.71 times ആണ്. ഇന്ന് മിക്കവാറും SBI ഫണ്ട്സിൻ്റെ IPO സബ്സ്ക്രൈബ്ഡ് ആവും. അതോടൊപ്പം തന്നെ നമ്മൾ സജസ്റ്റ് ചെയ്തിരുന്ന BSE SMEയിലുള്ള മിൽവർക്സ് ടെക്നോളജീസ് ആദ്യത്തെ ദിവസം 10.74 times ആണ് ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിരിക്കുന്നത്. നല്ല രീതിയിലുള്ള ഓവർ സബ്സ്ക്രിപ്ഷൻ SBI ഫണ്ട്സിനും അതുപോലെ തന്നെ മിൽവർക്സ് ടെക്നോളജിക്കും ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. ഒപ്പം ലിസ്റ്റിംഗ് ഗെയിനും കിട്ടാനുള്ള സാധ്യതകളുണ്ട്. IDBI ബാങ്കിൻ്റെ സ്റ്റേക്ക് സെയിൽ വീണ്ടും കൺസിഡർ ചെയ്യാണ് ഗവൺമെൻറ്റും LICയും. 2 ഗ്രൂപ്പുകളാണ് ഈ IDBI ബാങ്കിനെ ടേക്ക് ഓവർ ചെയ്യാനായിട്ട് മുന്നിലുള്ളത്. ഫെയർഫാക്സ് അതുപോലെ തന്നെ എമിറേറ്റ്സ് NBD. അപ്പോൾ ഈ 2 ഗ്രൂപ്പിനെ സംബന്ധിച്ചും ഓരോ ബാങ്കുകളിൽ അവരുടെ അണ്ടറിലുണ്ട്. എമിറേറ്റ്സ് NBD RBL ബാങ്ക് ടേക്ക് ഓവർ ചെയ്തിരുന്നു. അതേസമയം കാത്തലിസ്റ്ററിയൻ ബാങ്കിനെ വർഷങ്ങൾക്ക് മുമ്പ് ഫെയർഫാക്സും ടേക്ക് ഓവർ ചെയ്തിരുന്നു. തീർച്ചയായിട്ടും ഈ അക്വിസിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനനുസരിച്ച് IDBI ബാങ്കിൻ്റെ സ്റ്റോക്കിലും അതുപോലെ തന്നെ RBL ബാങ്കിൻ്റെ സ്റ്റോക്കിലും ഒപ്പം കാത്തലിസ്റ്ററിയൻ ബാങ്കിൻ്റെ സ്റ്റോക്കിലൊക്കെ ഒരു മൂവ്മെൻറ്റ് കണ്ടേക്കാം. ആർക്കാണ് ഈ IDBI ബാങ്ക് ടേക്ക് ഓവർ ചെയ്യാൻ സാധിക്കുന്നത് എന്നതിനനുസരിച്ചായിരിക്കും ഇത്തരത്തിലുള്ള മൂവ്മെൻറ്റൊക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. ഒപ്പം ധാരാളം ന്യൂസ് ഫ്ലോസ് ഉണ്ട്. അതുപോലെ തന്നെ Q1 റിസൾട്ടുകൾ നമ്മുടെ റിസൾട്ടുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ആസ് പെർ എക്സ്പെക്റ്റേഷൻസ് ആണ്. അമേരിക്കയിൽ Q2 റിസൾട്ടുകൾ വന്നിട്ടുണ്ട്. ഇന്നലെ ധാരാളം ബാങ്കുകളുടെ Q2 റിസൾട്ടുകൾ ഉണ്ടായിരുന്നു. എല്ലാം ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആയിരുന്നു. സിറ്റി ഗ്രൂപ്പ് മാത്രമാണ് റിസൾട്ട് അനൗൺസ്മെൻറ്റിന് ശേഷം താഴെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. മറ്റേ ലാസ്റ്റ് സ്റ്റോക്കുകളും ബാങ്കിങ് സ്റ്റോക്കുകളും അമേരിക്കയിൽ ഇന്നലെ നല്ല രീതിയിൽ മുന്നേറിയിട്ടുണ്ട്. പല സ്റ്റോക്കുകളും പുതിയ റെക്കോർഡ് ഹൈ ഒക്കെ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നും
നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് ധാരാളം ബാങ്കിങ് സ്റ്റോക്കുകൾ അതുപോലെ തന്നെ ടെക്നോളജി സ്റ്റോക്കുകളിലേക്ക് റിസൾട്ടുകൾ വരുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ച് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ ഏത്തർ എനർജിയിൽ ഹീറോ മോട്ടോ കോർപ്പ് 1000 കോടി രൂപ കൂടി ഇൻവെസ്റ്റ് ചെയ്യാൻ പോവാണ്. ഏത്തറിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇന്നു മുതൽ ഇന്ത്യ UK ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് നിലവിൽ വരികയാണ്. ടെക്സ്റ്റൈൽ അതുപോലെ തന്നെ ക്ലോത്തിങ് രംഗത്തുള്ള കമ്പനികളെ സംബന്ധിച്ച്, ഓട്ടോ പാർട്സ് കമ്പനികളെ സംബന്ധിച്ച്, സ്റ്റീൽ സെക്ടറിലുള്ള സ്റ്റീൽ കമ്പനികളെ സംബന്ധിച്ചൊക്കെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. അപ്പോൾ Q1 റിസൾട്ടുകൾ തന്നെയാണ് നമ്മളെ സംബന്ധിച്ച് അട്രാക്ഷൻ. അതേസമയം മിഡിൽ ഈസ്റ്റ് ക്രൈസിസ് വഷളായിക്കൊണ്ടിരിക്കുകയാണ്, വലിയ രീതിയിൽ വഷളായി. വീണ്ടും ബ്രന്റ് ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസൊക്കെ 120 ലെവലിലേക്ക് ഉയരുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യൻ മാർക്കറ്റിൽ അതിൻ്റേതായ നെഗറ്റീവ് ഇമ്പാക്റ്റൊക്കെ കണ്ടേക്കാം. അതേസമയം ഓൾമോസ്റ്റ് ഇത്തരത്തിലുള്ള വേഴ്സ്റ്റ് കേസ് സിനാരിയോസൊക്കെ മാർക്കറ്റ് ഡിസ്കൗണ്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻസ് ധാരാളം കണ്ടേക്കാം. ഒപ്പം Q1 റിസൾട്ടുകൾക്ക് അനുസരിച്ചിട്ടുള്ളൊരു മൂവ്മെൻറ്റ് നമുക്ക് മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസയോട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.